കടലാക്രമണം രൂക്ഷമായ ആലപ്പുഴ വളഞ്ഞവഴി തീരത്ത് പുലിമുട്ട് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കടൽക്ഷോഭത്തിൽ വീടുകൾ തകർന്നത് പതിവായ സാഹചര്യത്തിലാണ് പുലിമുട്ട് സ്ഥാപിച്ച് സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യം ഉയരുന്നത്. മന്ത്രിക്കും MLAയ്ക്കും പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിനാൽ വോട്ട് ചെയ്യാൻ പോകില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ ഇന്നലെ ഉച്ച മുതലാണ് കടലാക്രമണം രൂക്ഷമായത്. രാവിലെ പുറക്കാട് തീരം ഉൾവലിഞ്ഞ് ചെളിയടിഞ്ഞതിന് പിന്നാലെയാണ് മണിക്കൂറുകൾക്കകം വളഞ്ഞവഴി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കടലാക്രമണം ശക്തമായത്. ഇതേ തുടർന്ന് 10 വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. കടലില്ലാതെ കിടന്ന സമയത്ത് എല്ലാവരുടെയും കാല് പിടിച്ച് പറഞ്ഞായിരുന്നു ഈ കല്ലൊക്കെ എടുത്ത് നമ്മുടെ പടിഞ്ഞാറച്ചത്തെല്ലാം ഇടെന്ന് പറഞ്ഞിട്ട് ആരും ചെയ്തില്ല. ഇതിപ്പോ കടൽ കയറി വരുമ്പോ എല്ലാരും ഒന്ന് തിരക്കാൻ വരും. ഇത് കഴിയുമ്പോ പിന്നെ കയറത്തതേ ഇല്ല. ഈ കടലിന്റെ ഈ അന്തരീക്ഷം കഴിഞ്ഞാൽ പിന്നെ ഈ ആളുകളെ ആരെയും കാണത്തില്ല. തീരം സംരക്ഷിക്കാനായി കോടികൾ ചെലവിട്ട് സ്ഥാപിച്ച ടെട്രാപോഡുകൾക്ക് മുകളിലൂടെയാണ് തീരെ ആഞ്ഞടിക്കുന്നത്. ടെട്രാപോഡുകളെല്ലാം കടലെടുത്ത് കഴിഞ്ഞു. പുലിമുട്ടില്ലാത്തതാണ് കടലാക്രമണം ശക്തമാകാൻ കാരണം. പുലിമുട്ടോടുകൂടിയ കടൽഭിത്തി നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ മന്ത്രിക്കും MLAയ്ക്കും പരാതി നൽകിയിട്ടും ഫലമൊന്നുമില്ല. ഇലക്ഷൻ വരുന്നുണ്ട്, ഞങ്ങൾ ആരും ഇവിടെ നിന്ന് ആരും പോകത്തതില്ല. ഞങ്ങൾക്ക് ഇതിനെതിരെ വേണ്ടുന്ന എന്തെങ്കിലും സുരക്ഷാ മാർഗം ചെയ്തു തരണം. ഞങ്ങൾ ഈ തീരാദേശത്ത് കിടക്കും. ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് അല്ല പറയുന്നത്, ഞങ്ങൾക്ക് എല്ലാവരും ഒന്നേപോലെ കാണുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് സുരക്ഷ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു തരണം. ഇനി കാലവർഷം ശക്തമാകുമ്പോൾ തീരത്തോട് ചേർന്നുള്ള വീടുകളെല്ലാം കടലെടുക്കുമെന്ന ആശങ്കയിലാണ് വളഞ്ഞവഴിയിലെ തീരദേശവാസികൾ. റിപ്പോർട്ടർ, ആലപ്പുഴ.